ലങ്കാലക്ഷ്മിക്ക് ശാപമോക്ഷം നൽകി ലങ്കാലക്ഷ്മി ലങ്കയിൽ നിന്നും പോയതിനു ശേഷം ഹനുമാൻ കോട്ടയ്ക്കകത്ത് കടന്നു. അവൻ ലങ്കയിലെ രാജവീഥികളിലൂടെ സഞ്ചരിച്ചു. അവിടെ കണ്ട എല്ലാ മാളികകളിലും മണ്ഡപങ്ങളിലും ക്ഷേത്രങ്ങളും ഹനുമാൻ സീതാദേവിയെ തിരഞ്ഞു. അങ്ങനെ നടന്നു ഒരു വലിയ കൊട്ടാരത്തിൽ ചെന്നുപെട്ടു. അവിടെ ഒരു തൽപ്പത്തിൽ പർവ്വതാകാരനായ ഒരു രാക്ഷസൻ കിടക്കുന്നത് കണ്ടു. ഏതാനും സ്ത്രീകൾ അയാളുടെ കാലുകൾ തലോടുന്നുണ്ടായിരുന്നു. താഴെ ചില രാക്ഷസികൾ ഉറങ്ങിക്കിടക്കുന്നു. അവരുടെ ഇടയിൽ സീതാദേവി ഉണ്ടോ എന്ന് ഹനുമാൻ പരിശോധിച്ചു. ഫലമുണ്ടായില്ല. ആ മണ്ഡപത്തിൽ രാക്ഷസന്റെ മുന്നിലൂടെ ഹനുമാൻ എന്ന കുഞ്ഞു വാനരൻ നടന്നു. അപ്പോൾ രാക്ഷസൻ ശ്വാസം ഉള്ളിലെടുത്തപ്പോൾ ആ കുഞ്ഞു കുരങ്ങനും വായുവിനോടൊപ്പം അയാളുടെ മൂക്കിന്റെ ദ്വാരം വരെ വലിച്ചെടുക്കപ്പെട്ടു. അടുത്ത നിമിഷം രാക്ഷസൻ ഉച്ഛ്വസിച്ചു. അപ്പോൾ കൊട്ടാരത്തിന്റെ പുറംവാതിലേക്ക് അവൻ തള്ളിവിടപ്പെട്ടു. പാവം ഹനുമാൻ. പക്ഷേ അവന് അപകടമൊന്നും പിണഞ്ഞില്ല. ആ രാക്ഷസൻ 6 മാസം ഉറങ്ങുകയും 6 മാസം ഉണർന്നിരിക്കുകയും ചെയ്യുന്ന രാവണന്റെ അനുജൻ കുംഭകർണനായിരിക്കുമെന്ന് ഹനുമാൻ ഊഹിച്ചു. 10 തലകൾ കാണാത്തതിനാൽ അത് രാവണനില്ലെന്ന് ഹനുമാൻ ആദ്യമേ മനസ്സിലാക്കി. ഹനുമാൻ ആ മാളികയിൽ നിന്ന് മറ്റൊരു മാളികയിലേക്ക് ചാടിക്കടന്നു. അത് വിഭീഷണന്റെ കൊട്ടാരമായിരുന്നു. രാവണന്റെ അനുജനാണ് അയാൾ. ശാന്തമായി ഉറങ്ങുന്ന വിഭീഷണനെ ഹനുമാന് നന്നേ പിടിച്ചു. ഹനുമാൻ ചുറ്റും പരിശോധിച്ചു. സീതാദേവിയോ രാവണനോ അവിടെ എങ്ങുമില്ലെന്ന് ബോധ്യമായി. അവൻ പിന്നെ ചെന്നു കയറിയത് രാവണന്റെ മകന്റെ മാളികയിലാണ്. ഇന്ദ്രജിത്ത് എന്നാണ് അവനെ എല്ലാവരും വിളിക്കുന്നത്. അതിന് കാരണം എന്തെന്നോ, അവൻ ഒരിക്കൽ ഇന്ദ്രദേവനെ തോൽപ്പിച്ച് തടവിലാക്കിയത്രേ. അവൻ അതിശക്തൻ തന്നെ. മേഘനാഥൻ എന്നാണ് അവന്റെ പേര്. ഇന്ദ്രജിത്തിന്റെ മാളികയിൽ നിന്ന് പുറത്തു കടന്ന് ഹനുമാൻ സീതാന്വേഷണം തുടർന്നു. അതാ കാണുന്നു ലങ്കയുടെ 2ാമത്തെ കോട്ടമതിൽ. ഹനുമാൻ ശരീരം വലുതാക്കി മതിൽ ചാടി അകത്തു കടന്നു. പിന്നെ ദേഹം ചെറുതാക്കി തിരച്ചിൽ തുടങ്ങി. അവിടെയെങ്ങും സീതാദേവിയുള്ള ലക്ഷണം കണ്ടില്ല. ഹനുമാൻ പിന്നീട് ലങ്കയുടെ ഏറ്റവും ഉള്ളിലെ ചുറ്റുമതിലും ചാടിക്കടന്നു. എന്തു മനോഹരമായ സ്ഥലം! സ്വർണ്ണത്തകിടുകളും നവരത്നങ്ങളും കൊണ്ട് അലങ്കരിച്ച ഏതാനും വെൺമാടങ്ങൾ ഹനുമാൻ അവിടെ കണ്ടു. അവയിലൊന്നിൽ ഹനുമാൻ ചാടിക്കടന്നു. അതിനകത്ത് ധാരാളം സ്ത്രീകൾ ഉറങ്ങിക്കിടന്നിരുന്നു. ഒരു തൽപ്പത്തിൽ അതിസുന്ദരിയായ ഒരു തരുണി കിടക്കുന്നു. സീതാദേവി ആയിരിക്കും അതെന്ന് ഹനുമാൻ കരുതി. പക്ഷേ അത് രാവണന്റെ ഭാര്യ മണ്ഡോദരി ആയിരുന്നു. അവിടെയെങ്ങും സീതാദേവി ഇല്ല എന്ന് തീർച്ചയാക്കി ഹനുമാൻ പുറത്തു കടന്നു. മഹാമേരു പർവ്വതത്തെക്കാൾ പടുകൂറ്റനായ ഒരു മാളികയാണ് ഹനുമാൻ പിന്നെ കണ്ടത്. അത് രാക്ഷസ രാജാവായ രാവണന്റെ കൊട്ടാരം തന്നെയാണെന്ന് ഹനുമാൻ ഊഹിച്ചു. ഹനുമാൻ അതിനകത്തു പ്രവേശിച്ചു. അവിടെ പൂക്കളാൽ അലങ്കരിച്ച ഒരു വലിയ ഉറക്കറ, തൽപ്പത്തിൽ 10 തലകൾ. രാക്ഷസ രാജാവായ രാവണൻ ഉറങ്ങുകയാണ്. ഹനുമാൻ അയാളെ കണ്ടപ്പോൾ മനസ്സിൽ കോപം ജ്വലിച്ചു. ഈ രാക്ഷസൻ നിമിത്തമല്ലേ രാമഭഗവാൻ ഇത്രയേറെ ക്ലേശം സഹിക്കുന്നത്? ഹനുമാൻ ആത്മഗതമായി പറഞ്ഞു. തന്റെ ശരീരം ഒരാനയോളം വലുതാക്കി ആ ദുഷ്ടന്റെ 10 തലകളും ഒരു ചവിട്ടിന് ഞെരിച്ചു കളയണമെന്ന് അവന് തോന്നി. പക്ഷേ അവൻ അങ്ങനെ ചെയ്തില്ല. കാരണം എന്തെന്നോ, രാവണനെ കൊല്ലേണ്ടത് രാമനാണ്. ഹനുമാൻ അത് ചെയ്താൽ ഒരു കുരങ്ങൻ രാവണനെ കൊന്നു എന്നല്ലേ ആളുകൾ പറയുക. അതിനാൽ ഹനുമാൻ ദേഷ്യമടക്കി ശാന്തനായി. അവിടെയും സീതാദേവിയെ ഹനുമാൻ കണ്ടില്ല. ഇനി സീതാദേവിയെ കണ്ടെത്തണം. ജയ് ഹനുമാൻ.